ഹലോ, ഇന്നൊരു ഗാർഡൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് കുറേ മേക്ക് ഓവറൊക്കെ നടത്തണം, ചെടി മാറ്റി നടണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കണില്ല. ഇപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ നല്ല ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്കൊക്കെ നന്നായിട്ട് വാടിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഒരു ചെടി നല്ലോണം വാടിപ്പോയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹാങ്ങിങ് പോട്ട്സിലുള്ള ചെടി കേട്ടോ. അതിൽ വെള്ളത്തണ്ടിൻ്റെ ചെടികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനത് കണ്ടപ്പോൾ കുറച്ച് അതൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ വെള്ളം ഒഴിച്ച കൂട്ടത്തിൽ ഈ ചെടികൾക്ക് മാത്രം വെള്ളം ഒഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ദിവസം വെയിലുകൊണ്ട് വാടിയാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ഞാൻ റെഡി ആവും കേട്ടോ. പിന്നെ ഞാനിത് എവിടെന്നോ ഒരു പഴയ ചട്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ചെടി നട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതിൽ കണ്ണും മുഖമൊക്കെ വരച്ചു കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം വരയ്ക്കാൻ നമുക്ക്. അതുപോലെ തന്നെ നന്നായിട്ട് വളർന്നു നിൽക്കണം ബാക്കി കുറച്ച് ചെടികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബോർഡ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആമ്പൽ കുളത്തിൽ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാർഡൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ചെടികൾ ഗാർഡൻ്റെ പുറത്താണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് നനച്ച് കൊടുത്തിട്ടാണ് ഞാൻ പറിച്ചെടുക്കണം കേട്ടോ ചെടികളൊക്കെ. അപ്പോൾ ഭയങ്കര കട്ടിയാണ്. എന്നിട്ട് ഞാൻ പിടിച്ച് വലിച്ചിട്ടൊക്കെ എടുത്തു. എന്നിട്ട് അത് നമുക്ക് നട്ടു കൊടുക്കാം എവിടെയും. അപ്പോൾ ഇതിൽ പൂക്കളുള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ അത് മാറ്റി നടാതിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ പൂരമൊക്കെ വരികയില്ല. അപ്പോൾ വേഗം മാറ്റി നട്ടിട്ട് എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള എല്ലാ ചെടികളും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ആയുധങ്ങളെടുത്തിട്ട് നമ്മൾ പണി തുടങ്ങാൻ പോകട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുറച്ച് മുന്നേ ഒരു നീല ചെടി കാണിച്ചിരുന്നില്ലേ, അതിൻ്റെ തന്നെയാണ് ഈ ചെടിയും. അത് മണ്ണിലേക്ക് ഇങ്ങനെ പടർന്നു വന്നിട്ട് മണ്ണിലുണ്ടായത് കേട്ടോ. നമ്മൾ നട്ടതൊന്നുമല്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് ഉണ്ടാവുകയെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും ഇത് വെറുതെ പറിച്ചിടാനേക്കാളും നല്ലതല്ലേ എവിടെയും നട്ട് വെച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ കുറച്ച് മണ്ണ് വെച്ചിട്ടൊന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാട്ടോ നമ്മുടെ ഈ ഒരു മഞ്ഞ കളർ ചെടി നടാൻ പോകണം. അപ്പോൾ അതും കൂടി നട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല വെയിലല്ലേ പറഞ്ഞിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നട്ട് വെച്ച ചെടികളുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1-2 ചെടികൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് മെല്ലെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സ്ഥലം ഇവിടെ വൃത്തിയാക്കാണ്ട് ഒരു 2-3 ചെടി നിന്ന സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് തുളസിയും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ തുളസിക്കൊക്കെ നല്ല ബലമാണ്. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും പരിപാടികളൊക്കെ അടുത്ത വീഡിയോ ആയിട്ടിടാം കേട്ടോ.